നമസ്കാരം. വന്ധ്യതാ നിവാരണ ചികിത്സയിൽ വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച സബൈൻ ആശുപത്രി ചെയർമാനും മാനേജിംഗ് ഡയറക്ടറും ഗൈനക്കോളജിസ്റ്റുമായിട്ടുള്ള സബൈൻ ശിവദാസാണ് ഇന്ന് എന്നോടൊപ്പം ചേരുന്നത്. നമസ്കാരം സർ. നമസ്കാരം സർ. 25 വർഷത്തോളമായി അതിലധികമായി ഈ ഒരു മേഖലയിൽ സാറിന്റെ സേവനം. കുട്ടികളില്ലാത്ത ഒരുപാട് ആളുകൾക്ക് പല രീതിയിലുള്ള സ്വാധീനം താങ്കൾ ചെലുത്തിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തില് എങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും റീസെന്റ് ആയിട്ട് ഒരു സന്തോഷകരമായ വാർത്ത എന്ന് പറയുന്നത് സാറിന് ഒരു അവാർഡ് കിട്ടി. അതെ, ആ അവാർഡിനെ കുറിച്ചും ഇപ്പൊ പിന്നെ അവാർഡ് കിട്ടിയത് മാത്രമല്ല വീണ്ടും വീണ്ടും ഉത്തരവാദിത്തം കൂടുകയാണ് സാറിന് അല്ലേ? സാറിന് എന്താണ് നാഷണൽ ഫെർട്ടിലിറ്റി ലീഡർഷിപ്പ് അവാർഡാണ് കിട്ടിയിരിക്കുന്നത്. എന്താണ് സാർ ആ ഒരു മൊമെന്റ്, എന്ത് തോന്നുന്നു? ഇത്രയും വർഷക്കാലമായി ഒരുപാട് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു മൊമെന്റ് എങ്ങനെ കാണുന്നു സാർ? ഇപ്പൊ ഈ അടുത്ത കഴിഞ്ഞ വെള്ളിയാഴ്ച ഡൽഹിയിൽ വെച്ചാണ് ഈ അവാർഡ് വോയിസ് ഓഫ് ഹെൽത്തിൻ്റെ ലീഡർഷിപ്പ് നാഷണൽ ലീഡർഷിപ്പ് അവാർഡ് കിട്ടിയത് ഫെർട്ടിലിറ്റിയിൽ. അത് നാഷണൽ IVF സമ്മിറ്റ് എന്നാണ് ആ ഒരു കോൺഫറൻസ് ഉണ്ടായിരുന്നത്. അനുബന്ധിച്ചാണ് ഈ അവാർഡ് എനിക്ക് ലഭിച്ചത്. അത് ഇന്ത്യയിലുടനീളം എല്ലാ വന്ധ്യതാ ചികിത്സാ കേന്ദ്രങ്ങളിലും വെച്ച് സെലക്ട് ചെയ്ത അവാർഡാണ്. ഞാനിപ്പോൾ 26 വർഷത്തിൽ കൂടുതലായി വന്ധ്യത മാത്രം ചികിത്സിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഡോക്ടറാണ്. മൂവാറ്റുപുഴ ഒരു സർക്കാർ ആശുപത്രിയിലാണ് ആ ചികിത്സ ആദ്യം തുടങ്ങിയത്. അതിപ്പോൾ അന്ന് ഗൈനക്കോളജിയിലെ പ്രസവവും ഓപ്പറേഷൻസും എല്ലാം ചെയ്താണ് തുടങ്ങിയത്. അപ്പോഴാണ് എനിക്ക് വന്ധ്യത ചികിത്സ വലിയ എക്സ്പെൻസീവ് ആണെന്നും സാധാരണ ജനങ്ങൾക്കത് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ഒരു ചികിത്സാ മേഖലയാണെന്ന് മനസ്സിലാക്കി അതിനുള്ള സാധാരണക്കാർക്ക് നല്ല രീതിയിലുള്ള വന്ധ്യതാ ചികിത്സ എത്തിക്കാനുള്ള ശ്രമം തുടങ്ങിയത്. അന്ന് തുടങ്ങിയതാണ് ഈ പ്രയത്നവും. അന്ന് നമ്മൾ പതുക്കെ ഒരു ക്ലിനിക്ക് തുടങ്ങി. അതിനുശേഷം മൂവാറ്റുപുഴ തന്നെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങി. ആ ഹോസ്പിറ്റൽ കേരളത്തിലും സൗത്ത് ഇന്ത്യയിലും ഫേമസ് ആവുകയും പല ആൾക്കാരും വന്ധ്യത ചികിത്സയ്ക്ക് വേണ്ടി ഈ ഹോസ്പിറ്റലിൽ എത്തിച്ചേരുകയും അവിടെ ഏറ്റവും അത്യാധുനികമായ ചികിത്സാ രീതികൾ നമ്മൾ തുടങ്ങി. പല രീതിയിൽ IUI, ലാപ്രോസ്കോപ്പി, IVF, ICSI എന്നീ ചികിത്സകൾ തുടങ്ങി. ഇന്ന് ഇന്ത്യയിൽ തന്നെ ഉടനീളം നമുക്ക് പേരും പെരുമയുണ്ട്. ഇപ്പം നമുക്ക് 5 ഹോസ്പിറ്റൽസ് ഉണ്ട്. മൂവാറ്റുപുഴ, അതിനുശേഷം താനൂർ തുടങ്ങി, പിന്നെ തിരുവനന്തപുരം, കൊല്ലം, ഇപ്പം കാസർഗോഡ് തുടങ്ങി, ഇനി ബാംഗ്ലൂർ തുടങ്ങാനിരിക്കുകയാണ്. ഇതാണ് ഇപ്പോഴത്തെ ഒരു ചെറിയൊരു സ്റ്റോറി. സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഒരു സർക്കാർ സർക്കാർ ഡോക്ടറായിരുന്ന ആളായിരുന്നു. പിന്നീട് താങ്കൾ നേരെ അതൊക്കെ വിട്ട് ഈ ഒരു രംഗത്തേക്ക് വരികയാണ്. സാറ് പറഞ്ഞു. അപ്പോൾ എങ്ങനെയാണ് സർക്കാർ ആശുപത്രി ഇതുപോലുള്ള ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ ഇത്തരത്തിലുള്ള ഒരു ചികിത്സാ സൗകര്യത്തിന്റെ അല്ലെങ്കിൽ ടെക്നോളജി വൈസ് ആയിട്ട് എന്തെങ്കിലും ഒരു കുറവ് വരാമെന്ന് താങ്കൾക്ക് തോന്നിയിട്ടാണോ? എങ്ങനെയാണ് സാർ അതൊക്കെ വിട്ട് ഇങ്ങനെ ഒരു മേഖലയിലേക്ക് വരാൻ കാരണം? ഞാൻ മൂവാറ്റുപുഴ താലൂക്ക് ഹോസ്പിറ്റൽ, ഇന്നിപ്പോൾ ജനറൽ ഹോസ്പിറ്റലാണ്, അത് താലൂക്ക് ഹോസ്പിറ്റലാണ് ആദ്യമായിട്ട് ജോലി ചെയ്ത് പ്രവേശിച്ചത്. അന്ന് തന്നെ എനിക്ക് വന്ധ്യതയെ കുറച്ച് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ പിന്നെ നമ്മൾ വന്ധ്യതാ ചികിത്സ തുടങ്ങിയപ്പോൾ എനിക്ക് മനസ്സിലായി അത് ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൽ വന്ധ്യതാ ചികിത്സ നല്ല ടെക്നോളജിക്കലി അഡ്വാൻസ് ചികിത്സ ചിലവ് കുറഞ്ഞ രീതിയിൽ ഗവൺമെൻറ് ഹോസ്പിറ്റൽ ചെയ്യുന്നത് പോലും ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഞാൻ 5 വർഷം അവിടെ വർക്ക് ചെയ്തതിന് ശേഷം ഞാൻ ലീവ് എടുത്തു. പിന്നെ റിസൈൻ ചെയ്തിട്ടാണ് ബാക്കി ചെയ്തത്. ഈ വന്ധ്യതാ ചികിത്സ കുറച്ച് എക്സ്പെൻസീവാണ്. കാര്യം അതിൻ്റെ മരുന്നായാലും ഉപകരണങ്ങളായാലും പിന്നെ അതിന് ട്രെയിൻഡ് ഡോക്ടർമാർ വേണം. അതായാലും എങ്ങനെ പോയാലും ഗവൺമെൻറ് ഹോസ്പിറ്റൽസ് അത്ര ഒരു ഫലപ്രദമായ രീതിയിൽ എനിക്കത് തുടങ്ങാൻ പറ്റും എന്നുള്ള ഒരു കോൺഫിഡൻസ് പോയി. അങ്ങനെ ഞാൻ രാജിവെച്ച് വെളിയിൽ വന്നാണ് ഈ വന്ധ്യതാ ചികിത്സ തുടങ്ങിയത്. ഏതായാലും ഏത് പ്രസ്ഥാനം തുടങ്ങുമ്പോൾ അതിൻ്റേതായ ഒരു ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ട് വേണം. പക്ഷേ കറക്റ്റ് രീതിയിൽ അത് ചെയ്തു കഴിഞ്ഞാൽ വളരെ കോസ്റ്റ് കുറച്ച് നമുക്ക് സാധാരണക്കാർക്ക് എത്തിക്കാവുന്നൊരു മെത്തേഡ് ഞാൻ അവലംബിച്ച് അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. സർ, ഈ IVF പോലുള്ള ചികിത്സാ രീതികൾ ഈ കുട്ടികളില്ലാത്ത ആളുകൾക്ക് എങ്ങനെയാണ്? അവർക്ക് ഒരുപാട് സംശയങ്ങളുണ്ടാകും. ഇത് എത്രത്തോളം ഫലം കാണും, അല്ലെങ്കിൽ ആ ഒരു മെത്തേഡ് ഉപയോഗിച്ചാൽ കുട്ടികൾ ഉണ്ടാവുമോ? അങ്ങനെയുള്ള പല രീതിയിലുള്ള ഈ ഒരു മെത്തേഡിൽ ഒരുപാട് സംശയങ്ങളുണ്ടാകും. ഇപ്പം നമ്മൾ ഒരു പേഷ്യൻ്റ് വരുമ്പോൾ നമ്മൾ ആദ്യമേ IVFിനോടല്ല അവരെ ചികിത്സാ രീതിയിൽ അവരെ അഡ്വൈസ് ചെയ്യാറില്ല. ആദ്യം അവരുടെ ഹിസ്റ്ററി ഒക്കെ എടുത്തിട്ട് IVF ഇതര ചികിത്സകളുണ്ട്. ആദ്യം വെറുതെ മരുന്ന് കൊടുത്താൽ മതിയാവും. ചിലപ്പോൾ അവരുടെ കറക്റ്റ് ടൈമിംഗ് എല്ലാം പറഞ്ഞു കൊടുത്താൽ തന്നെ ശരിയാവും.
അതിനുശേഷം ലാപ്രോസ്കോപ്പി എന്ന ചികിത്സാ രീതിയുണ്ട്. അതാണ് നമ്മൾ കൂടുതലും ആദ്യം ചെയ്യുന്നത്. അതിൽ തന്നെ ഒട്ടുമിക്ക ആൾക്കാരും ലാപ്രോസ്കോപ്പിയിൽ തന്നെ പ്രഗ്നൻസി ആവും. അതിലും ശരിയായില്ലെങ്കിൽ IUI, അതായത് നമ്മൾ സെമൻ എടുത്ത് സ്ത്രീയുടെ ഓവുലേഷൻ ടൈമിൽ വാഷ് ചെയ്ത കോൺസെൻട്രേറ്റ് ചെയ്ത സ്പേംസ് എടുത്ത് ഇഞ്ചെക്ട് ചെയ്യുന്ന പ്രക്രിയക്കാണ്. അത് വളരെ ചീപ്പാണ്, വളരെ ചിലവ് കൂടിയല്ല ചികിത്സയല്ല. അത് ചെയ്തിട്ടും ശരിയായില്ലേ മാത്രമേ പിന്നെ അടുത്ത IVF ചികിത്സയിലോട്ട് പോവുള്ളൂ. IVF ചികിത്സ ഈ ആൾക്കാർ ആദ്യം നമ്മൾ അവരെ കൗൺസിലേഴ്സ് അവർ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക എന്താണ് ചികിത്സ, അതിന് എത്ര കോസ്റ്റ് ആവും, അതിൻ്റെ വിജയശതമാനം കറക്റ്റായിട്ട് അവരെ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ഒന്ന് പഠിപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ ആദ്യ കാലങ്ങളിലൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ പലർക്കും IVFനെ പറ്റി നല്ല ധാരണയുണ്ട്. ഇപ്പോൾ വരുമ്പോൾ തന്നെ അവർക്ക് നല്ല IVFനെ പറ്റി അറിയുകയും അതിൻ്റെ ചിലവുള്ള ചികിത്സയാണെന്ന് അറിയാനും അതിനെപ്പറ്റി ഒരുവിധ ഐഡിയ കിട്ടിയിട്ടാണ് ഇവർ വരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ കുറച്ചുകൂടെ എളുപ്പമാണ് അവർ IVFലോട്ട് പറഞ്ഞു കൊടുക്കാനും ചികിത്സ തുടങ്ങാനും ഒക്കെ വളരെ സമയം കുറച്ച് മതി. പലപ്പോഴും ആൾക്കാർ IVF ചികിത്സ വേണം എന്ന് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ ഈ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് ഈ ഒരു മെത്തേഡിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളത്. അപ്പോൾ ഒരുപാട് ചിലവ് കൂടുതലാണ്. അത്തരത്തിലുള്ളൊരു പക്ഷേ സാറിൻ്റെ ഒരു കാര്യം നോക്കുമ്പോൾ എന്താണ് എക്കണോമിക്കലി ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു രീതിയിലാണ് താങ്കളുടെ ചികിത്സാ രീതി. അത് ഈ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ വളരെയധികം ഉപകാരപ്പെടും അല്ലേ? അത് ഈ ബഡ്ജറ്റ് ഫ്രണ്ട്ലി എന്ന് പറഞ്ഞാലും നമ്മൾ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യത്തില്ല. ഒന്ന്, നമുക്ക് അത്ര നമ്പേഴ്സ് ഉണ്ട്, അതുകൊണ്ട് ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ചെയ്യാതെ തന്നെ നല്ല ക്വാളിറ്റിയിൽ ചെയ്യാൻ പറ്റും. രണ്ട്, ഞങ്ങൾ ഒരുപാട് പരസ്യം അങ്ങനെ ചെയ്യാറേ ഇല്ല. പരസ്യത്തിൽ നമ്മൾ കംപ്ലീറ്റ് പരസ്യം ഒരു ഹോസ്പിറ്റലിൽ നമ്മൾ പുതിയ ഹോസ്പിറ്റൽ എവിടെയെങ്കിലും സെൻറ്റർ തുടങ്ങുമ്പോൾ കുറച്ച് ബോർഡ്സ് വെച്ച് എന്നല്ലാതെ ഒരു 3 മാസം കഴിയുമ്പോൾ നമ്മൾ അതിനുള്ള എക്സ്പെൻസ് കംപ്ലീറ്റ് കട്ട് ചെയ്ത് പേഷ്യൻസ് വന്നു തുടങ്ങുമ്പോൾ അത് പേഷ്യൻസ് തന്നെയാണ് നമ്മുടെ കാര്യങ്ങൾ മറ്റുള്ളവർ പറഞ്ഞ് കൊണ്ടുവരുന്നതും അത് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്ക് മാർക്കറ്റിംഗ് ബഡ്ജറ്റ് ഭയങ്കര കുറവാണ്, ഓൾമോസ്റ്റ് എന്നിൽ തന്നെ പറയാം. പിന്നെ നമുക്ക് ഈ 5 ഹോസ്പിറ്റൽ ഉള്ളതുകൊണ്ട് ഒത്തിരി എണ്ണം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഏത് മെഡിസിൻ ആയാലും ഇതിനുപയോഗിക്കുന്ന മീഡിയയും അതുപോലെ തന്നെ ഉപയോഗിക്കുന്ന ഡിസ്പോസിബിൾസൊക്കെ നമുക്ക് നമ്പേഴ്സ് ഒരുപാടുള്ളതുകൊണ്ട് കോസ്റ്റ് എഫക്റ്റീവായിട്ട് നമുക്ക് കിട്ടും. അത് ആ ഒരു കോസ്റ്റ് എഫക്റ്റ് നമുക്ക് കിട്ടുന്നത് നമുക്കത് നമ്മളുടെ ലാഭമായിട്ട് എടുക്കത്തില്ല, അത് പേഷ്യൻസിൻ്റെ പേഷ്യൻസിന് കൊടുക്കും. അതുകൊണ്ടാണ് ഈ ക്വാളിറ്റി കൂടിയാലും നല്ല ഒരു കോസ്റ്റ് എഫക്റ്റഡ് ബഡ്ജറ്റ് എന്ന് പറയുന്ന പോലെ ചെയ്യാൻ പറ്റുന്നത്. പിന്നെ എക്യുപ്മെൻറ്റ്സ്, നമ്മൾ ഏറ്റവും നല്ല എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കും, വെളിയിൽ നിന്നുള്ള വരുന്ന ഏറ്റവും നല്ല എക്യുപ്മെൻറ്റ്സ്. ഈ നല്ല എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കുമ്പോൾ ഗുണം നമുക്ക് കുറച്ച് കോസ്റ്റ് ഇനിഷ്യലി വയ്ക്കുമെങ്കിലും നമുക്ക് പല റിസൾട്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും. നല്ല എക്യുപ്മെൻറ്റ്സ് നല്ല റിസൾട്ട്സ് കിട്ടും, ഡ്യൂറബിലിറ്റി കിട്ടും. സാധാരണ കുറഞ്ഞ എക്യുപ്മെൻറ്റ്സ് വാങ്ങിക്കുമ്പോൾ ഡ്യൂറബിൾ അല്ലാത്തതുകൊണ്ട് ഇത് ഭയങ്കര ഡ്യൂറബിളാണ്. കാര്യം 10, 15, 20 വർഷം ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ടൈമും ലാഭിക്കാം. നല്ല എക്യുപ്മെൻറ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമുക്ക് ടൈമും ലാഭിക്കാം. ഈ ചെയ്യുന്നതിൽ പ്രസിഷനും ടൈമും സേഫ്റ്റിയും ഒക്കെ അതിൽ കിട്ടും. അതുകൊണ്ടാണ് നമ്മൾ നല്ല എക്യുപ്മെൻറ്റ്സ് ആദ്യമേ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലോങ് ടേം ആയിട്ടത് നമുക്ക് ലാഭമാണ്. പേഷ്യൻസിൻ്റെ കേസിലായാലും ഹോസ്പിറ്റലായാലും അത് പ്രോഫിറ്റബിളാണ്. സർ, ഈ IVF ചികിത്സയിലൂടെ ഇതുപോലെ 2-3 കുട്ടികളുണ്ടാകും എന്നൊക്കെ കേട്ടിട്ടുണ്ട്. അത് എങ്ങനെയാണ് അതിൻ്റെ ഒരു പോസിബിലിറ്റി? ഈ IVF ചെയ്യുമ്പോൾ ഞാൻ IVFനെ പറ്റി ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ തരാം. IVF എന്ന് വെച്ചാൽ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്ത് അണ്ടം ഉണ്ടാക്കി അണ്ടത്തിന് നമുക്ക് സ്കാൻ നോക്കി വെളിയിലെടുത്ത് ഓരോ അണ്ടത്തിനകത്തും സ്പേം ഇഞ്ചെക്ട് ചെയ്യും. അതിനാണ് ICSI എന്ന് പറയുന്നത്. ഇഞ്ചെക്ട് ചെയ്ത് ഭ്രൂൺ ഉണ്ടാക്കി ആ ഭ്രൂണത്തിന് നമ്മൾ യൂട്രസിനുള്ളിൽ ട്രാൻസ്ഫർ ചെയ്യും. ഇതാണ് IVF പ്രോസസ്സ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ചിലപ്പോൾ 2 ചിലപ്പോൾ 3 എംബ്രിയോസ് ട്രാൻസ്ഫർ ചെയ്യും. ഈ ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്തിനെന്ന് വെച്ചാൽ നമുക്ക് സക്സസ് റേറ്റ് കൂട്ടാൻ വേണ്ടിയാണ് 2-3 എംബ്രിയോസ് ഇടുന്നത്. പക്ഷേ നിർഭാഗ്യവശാൽ ചില സമയത്ത് 2 അല്ലെങ്കിൽ ചിലപ്പോൾ 3 കുട്ടികൾ ചിലപ്പോൾ ഉണ്ടായിരുന്നിരിക്കും. അത് ഡിസൈറബിൾ അല്ല. ചില ആൾക്കാരുടെ വിചാരം 3 കുട്ടികൾ വരുമ്പോൾ നല്ലതെന്നൊക്കെ പറഞ്ഞാലും നമ്മൾ ഒരിക്കലും അത് കിട്ടണം എന്ന് വിചാരിച്ചല്ല. ഒരു കുട്ടിയെങ്കിലും കിട്ടണം, എന്നാൽ ഒന്നേ കിട്ടാവൂ എന്നുള്ള ഉദ്ദേശത്തിലാണ് ഇടുന്നത്. പക്ഷേ ചിലപ്പോൾ അങ്ങനെ ആയിപ്പോവും. ഇങ്ങനെ ആയിപ്പോകുമ്പോൾ ട്വിൻസോ ട്രിപ്ലസ് വരുന്ന കൂടി ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ അതൊരു നമ്മൾ മനഃപൂർവ്വം അങ്ങനെ ഉണ്ടാവണമെന്നൊന്നും ചെയ്യുന്നതല്ല, അതിങ്ങനെ ആയിപ്പോഴാണ്. ഇങ്ങനെ ആയിപ്പോയാൽ നമുക്ക് അതിനെ കുറച്ച് 2 ആക്കാനും ഒക്കെ സാധിക്കും. നമ്മൾ അതിന് ഫീറ്റൽ റിഡക്ഷൻ എന്ന് പറയും. നമ്മൾ സെലക്റ്റീവായിട്ട് ഒരു ഭ്രൂണത്തിനെ നശിപ്പിച്ച് അതിനെ 2 ആക്കുന്ന പ്രക്രിയയുണ്ട്. എപ്പോഴും നമ്മൾ ഒരു കുട്ടിയാണ് എപ്പോഴും ഡിസൈറബിൾ, ഒരു കുട്ടിയാണ് ഏറ്റവും കോംപ്ലിക്കേഷൻ കുറവും. നമുക്ക് എപ്പോഴും നമ്മൾ താല്പര്യം. പക്ഷേ റിസൾട്ട് കുറച്ച് കിട്ടാൻ വേണ്ടി നമ്മൾ 2-3 ഭ്രൂണങ്ങൾ ഇടുമ്പോൾ കിട്ടുന്ന ഒരു അവസ്ഥയാണ് ഈ ട്വിൻസ് എപ്പോഴും. അങ്ങനെ ആരെങ്കിലും ഡിമാൻഡ് ചെയ്യാറുണ്ടോ സർ? അല്ല, ചില ആൾക്കാരത് ഡിമാൻഡ് ചെയ്യാറുണ്ട്, പക്ഷെ നമ്മൾ ഒട്ടും അങ്ങനെ ചെയ്യാറില്ല. പക്ഷേ അങ്ങനെ ആയിപ്പോവും.
അത് നോക്കുന്നതാണ്. അങ്ങനെ ഡിമാൻഡ് ചെയ്യുമ്പോൾ പറയും നമ്മൾ ട്വിൻസ് നമ്മൾ ഒരിക്കലും നിങ്ങൾക്ക് വേണ്ടി ട്വിൻസിന് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യാറില്ല, പക്ഷെ ട്വിൻസ് ആയിപ്പോവും എന്നേ ഉള്ളൂ, അല്ല ട്വിൻസിന് വേണ്ടി ട്രൈ ചെയ്യാറില്ല. ഒരുപാട് ആൾക്കാർ ഡിമാൻഡ് ചെയ്യും ട്വിൻസ് വേണം എന്ന് പറഞ്ഞ് വരാറുണ്ട്. അതുപോലെ തന്നെ സാർ, ഇപ്പോൾ പ്രസവം നിർത്തിയ ആളുകളുണ്ടാവും, അവർ ഇതുപോലെ തന്നെ കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് കുട്ടികൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവരും ഉണ്ടാവും. ആ തീരുമാനം വേണ്ടെന്ന് മാറ്റും. അപ്പോൾ ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾക്ക് എന്തെങ്കിലും ഇതുപോലെ പോസിബിലിറ്റീസ് കൊടുക്കാൻ പറ്റും? പിന്നെ IVF എന്ന് പറഞ്ഞ ആ ചികിത്സയ്ക്ക് ട്യൂബ്സിൻ്റെ ആവശ്യമില്ല. പ്രസവം നിർത്തുന്നത് എങ്ങനെയാണ്, നമ്മൾ ട്യൂബ്സിനെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റി ഒരു ആർട്ടിഫിഷ്യൽ ഒരു ട്യൂബൽ ബ്ലോക്ക് ഉണ്ടാക്കുക ചെയ്യുന്നത്. IVFന് ട്യൂബൽ ബ്ലോക്ക് ഒരു പ്രശ്നമേ അല്ല. അതുകൊണ്ട് IVF ചികിത്സ പ്രസവം നിർത്തിയവർക്ക് ഐഡിയലാണ്. പണ്ടൊക്കെ പ്രസവം നിർത്തിയവർക്ക് റീകാനലേഷൻ ചെയ്യുമായിരുന്നു, ട്യൂബ്സ് രണ്ടും റീകാനലേഷൻ ചെയ്യും. ഇപ്പോൾ ആ റീകാനലേഷൻ നമ്മൾ അഡ്വൈസ് ചെയ്യാറില്ല. കാര്യം റീകാനലേഷനെക്കാട്ടിയും നല്ല റിസൾട്ടും സേഫും അതുപോലെ തന്നെ കോസ്റ്റും ഇതിനാണ് കോസ്റ്റ് എഫക്റ്റീവായിട്ട് ഇത് ചെയ്യാൻ പറ്റും. ഇപ്പോൾ പ്രസവം നിർത്തിയവർക്ക് ഒരു കുട്ടി ഉണ്ടാവണമെങ്കിൽ ഏറ്റവും നല്ല മാർഗ്ഗം IVF തന്നെയാണ്. സാർ, ഇപ്പോൾ ഇതുപോലെ നമ്മുടെ തിരുവനന്തപുരത്ത്, അതുപോലെ മൂവാറ്റുപുഴ, അങ്ങനെ പല സ്ഥലത്തും ഇപ്പോൾ ഈ ഹോസ്പിറ്റലുകൾ, സാറിൻ്റെ ഹോസ്പിറ്റൽ നമ്മുടെ താനൂരടക്കം ഇപ്പോൾ നമ്മൾക്ക് ഹോസ്പിറ്റലുകളുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ എന്ന് പറയുന്നത് ഈ IVF ചികിത്സ മാത്രമല്ല, മറ്റ് പല ഡെലിവറി അടക്കമുള്ള ഒരുപാട് ചികിത്സകളില്ലേ? ഉണ്ട്. ഇപ്പം നമ്മുടെ ചികിത്സ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇൻ്റഗ്രേറ്റഡ് മോഡൽ എന്ന് പറയും. അതായത് വന്ധ്യതാ ചികിത്സ മാത്രമല്ല, വന്ധ്യത ചികിത്സയോടൊപ്പം തന്നെ അവർക്ക് ഒരു കുഞ്ഞ്, അമ്മ, ആ എക്കോസിസ്റ്റം മുഴുവൻ നമ്മൾ ടേക്ക് കെയർ ചെയ്യും. കുഞ്ഞുണ്ടായിട്ട് തന്നെ അതിനൊരു 12 വയസ്സ് വരെ പീഡിയാട്രിക് കെയറും കൊടുക്കും. അപ്പോൾ ഇവിടെ ഗർഭിണികൾക്ക് ചികിത്സിക്കും, ഗർഭിണി ആയാൽ ഹൈ റിസ്ക് പ്രഗ്നൻസി അവരെ ചികിത്സിക്കും. പ്രഗ്നൻസിക്ക് കുഞ്ഞ് ജനിച്ച് വരുമ്പോൾ ചിലപ്പോൾ ഈ IVF ചികിത്സ കഴിഞ്ഞ് വരുമ്പോൾ അവർക്ക് ന്യൂനറ്റൽ കെയർ വേണ്ടി വരും. അതായത് വളരെ വെയിറ്റ് കുറഞ്ഞ, പ്രായം കുറഞ്ഞ കുഞ്ഞുങ്ങളെ 26-25 ആഴ്ച പ്രായമുള്ള കുട്ടികൾ 500-600 ഗ്രാം കുട്ടികളെ കിട്ടിയാലും നമുക്കതിനെ രക്ഷിച്ചെടുക്കാവുന്ന രീതിയിലുള്ള NIC സംവിധാനം നമ്മളെല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ട്. അതും നമുക്ക് ടേക്ക് കെയർ ചെയ്യും. അത് കഴിഞ്ഞാൽ പീഡിയാട്രിക് കെയറും നമ്മൾ ഉള്ള ഹോസ്പിറ്റൽസാണ്. പിന്നെ IVF ഇല്ലാതെ തന്നെ സാധാരണ ഒരു പ്രദേശം നമ്മൾ വന്നു കഴിഞ്ഞാൽ ആ പ്രദേശവാസികൾക്ക് വേണ്ട എല്ലാ ചികിത്സയും നമ്മൾ കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് IVF മാത്രമല്ല, IVF വന്ധ്യത മാത്രമല്ല, സാധാരണ പ്രസവം, അതുപോലെ യൂട്രസ് പോലുള്ള അസുഖങ്ങൾ, യൂട്രസ് എടുക്കുന്ന ചികിത്സാ രീതികൾ, ലാപ്രോസ്കോപ്പിക് ഹിസ്റ്റക്ടമി, അതുപോലെ തന്നെ മുഴകൾക്കുള്ള മയമക്ടമി, സിസ്റ്റുകളുണ്ടെങ്കിൽ സിസ്റ്റക്ടമി, യൂട്രസ് താഴോട്ട് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ചികിത്സ, പ്രൊലാപ്സിനുള്ള ഹിസ്റ്റക്ടമി, അല്ല എല്ലാ സ്ത്രീകൾക്ക് ആവശ്യമുള്ള ചികിത്സകളും നമ്മൾ ആ ഒരു റീജിയനിൽ കൊടുക്കും. അതിൻ്റെ കൂടെ പ്രോമിനൻ്റായിട്ട് നിൽക്കുന്നൊരു ചികിത്സയായിരിക്കും വന്ധ്യതാ ചികിത്സ. അത് കുറച്ച് അനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിൽ നിന്നെല്ലാം ദൂരെ നിന്ന് വരും. ഈ പ്രദേശത്തുള്ള എല്ലാ സ്ത്രീകൾക്കും ഉള്ള ചികിത്സ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യും, ഏത് പ്രദേശമായാലും. അപ്പോൾ അല്ലാതെ വന്ധ്യത മാത്രമല്ല, അതിന് ഇൻ്റഗ്രേറ്റഡ് അപ്രോച്ചാണ്. അതാണ് നമ്മൾ ഇൻ്റഗ്രേറ്റഡ് സെൻറ്റർ എന്ന് പറയുന്നത്. അല്ലാതെ വന്ധ്യത മാത്രമല്ല ഞങ്ങൾ ചെയ്യുന്നത്. ശരി. ഇതിലൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പ്രസവത്തിനായാലും എല്ലാത്തിനും നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്കൊക്കെ ശരിക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു സിസ്റ്റമാണെന്ന് തോന്നുന്നു അല്ലേ സാർ? നമ്മൾ അങ്ങനെയാണ് എല്ലാ സ്ഥലത്തും വെച്ചിരിക്കുന്നത്, ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട്. എന്നാൽ നമ്മൾ എക്യുപ്മെൻറ്റ്സിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ നല്ല എക്യുപ്മെൻറ്റ്സും നല്ല രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്ത സ്റ്റാഫും ഡോക്ടർമാരായിട്ടായാലും നമ്മൾ തന്നെ ട്രെയിൻ ചെയ്യും. IVFനായാലും വീട്ടിലായാലും നമ്മൾ ആ ഡോക്ടേഴ്സ് നമ്മൾ തന്നെ ട്രെയിൻ ചെയ്ത് അവരെ ആ ഒരു രീതിയിൽ അവരെ പഠിപ്പിച്ച് ട്രെയിൻ ചെയ്തെടുക്കുന്നതുകൊണ്ട് ഈ ഒരു മോഡൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും എല്ലാ സ്ഥലത്തും. ഇപ്പം നമ്മൾ ബാംഗ്ലൂരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ബാംഗ്ലൂർ നമ്മൾ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ അടുത്ത ജനുവരി 1-ാം തീയതിയാണ് ഹോസ്പിറ്റൽ ഓപ്പൺ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ തന്നെ സ്റ്റാഫിനെയൊക്കെ എടുത്ത്, മെയിൻ സ്റ്റാഫിനെയൊക്കെ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞ് ബാംഗ്ലൂർ 3-4 ഡോക്ടേഴ്സിനെ എടുത്ത് നമ്മുടെ തന്നെ മൂവാറ്റുപുഴ സെൻറ്ററിലും ട്രിവാൻഡ്രത്തും താനൂരുള്ള ഹോസ്പിറ്റൽസൊക്കെ അവരെ ട്രെയിനിങ് കൊടുക്കുക, അവരെ കൂടെ നിർത്തി പഠിപ്പിച്ചെടുത്തിട്ടാണ് ഞങ്ങൾ അവിടെ തുടങ്ങുമ്പോൾ, ഒരു ഹോസ്പിറ്റൽ തുടങ്ങുമ്പോൾ അവർ വെയിൽ എക്യുപ്ഡ് ആക്കിയാണ് തുടങ്ങുന്നത്. ഇപ്പം ഈ കുട്ടികളില്ലാത്ത ആളുകൾ അവര് സാറിൻ്റെ അടുത്തേക്ക് വന്ന എത്രത്തോളം ഗ്യാരണ്ടി, അല്ലെങ്കിൽ അവർക്ക് സന്തോഷത്തോടു കൂടി തിരിച്ചു പോകാൻ പറ്റുന്നുള്ള ഒരു ഉറപ്പ് എത്രത്തോളം സാറിന് കൊടുക്കാൻ പറ്റും? ഒരു ദമ്പതി വരുമ്പോൾ നമുക്ക് അവരെ അനലൈസ് ചെയ്ത് നമുക്കൊരു ഗ്യാരണ്ടി എന്നൊരു സാധനം ഒരിക്കലും ആർക്കും കൊടുക്കാമില്ല. ഞാൻ ഒരിപ്പോഴെന്ന് പറയുന്നത്, ദർ ഇസ് നോ ഗ്യാരണ്ടി ഇൻ എനിത്തിങ് ഇൻ ദിസ് വേൾഡ്. അതൊന്നും ഗ്യാരണ്ടി ചെയ്യാൻ പറ്റില്ല. അവർക്ക് നമ്മൾ എത്രത്തോളം വിജയിക്കാനുള്ള സാധ്യത പറഞ്ഞു കൊടുക്കും. അത് ചിലപ്പോൾ തെറ്റുകയും ചെയ്യാം. നമുക്ക് ചിലപ്പോൾ ഒരു കുഴപ്പമില്ലാത്തൊരു ദമ്പതിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഗർഭിണിയാക്കാൻ ഫെയിൽ ചെയ്യുന്നവരുണ്ട്. വളരെ ഡിഫിക്കൽട്ടാണെന്ന് തോന്നുന്ന ചില ചികിത്സകൾ നമ്മൾ ചിലപ്പോൾ വളരെ നിസ്സാരമായിട്ട് തന്നെ ശരിയാക്കി കൊടുക്കാറുണ്ട്.
എന്നാൽ ഓൺ ആൻ ആവറേജ് നമുക്കൊരു IVF ചികിത്സയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 65% നമുക്ക് പറയാം. അതുപോലെ പക്ഷെ ഒരു ദമ്പതി ഒരു ചികിത്സയ്ക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഒട്ടുമുക്കാൽ ഒരു 75-80% നമുക്ക് അവരെ ചികിത്സിച്ച് ഭേദമാക്കി ഒരു കുട്ടിയെ കൊടുക്കാൻ പറ്റും. IVFൻ്റെ ചികിത്സ അല്ല, ഒരു മിക്കവരും ഒരു ഓൾമോസ്റ്റ് 75-80% ആൾക്കാർക്ക് നമുക്കൊരു കുട്ടിയെ കൊടുക്കാൻ പറ്റും. പക്ഷേ IVFൻ്റെ ഒരു സക്സസ് റേറ്റ് നമുക്കൊരു 65%, 70% മാക്സിമം. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് പേര് ലേറ്റ് മാരേജ് കഴിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കുട്ടികൾ വേണ്ട എന്ന് വെച്ച് പിന്നെ കുറേ കാലങ്ങൾക്ക് ശേഷം 40-50 വയസ്സുകളൊക്കെ ക്ഷമിക്കണം 40 വയസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കുട്ടികൾ വേണമെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്ക് എത്രത്തോളം ഒരു സാധ്യത ഉണ്ടെന്നാണ് തോന്നുന്നത്? ഈ 40 വയസ്സിലൊക്കെ വരുന്ന ഏജ് കൂടി വരുന്നവർക്ക് ഒരുവിധം നല്ല സാധ്യത തന്നെ ഉണ്ട്. ഇപ്പോൾ പുതിയ മരുന്നുകളുണ്ട്, അതേപോലെ തന്നെ IVF ഒക്കെ ചെയ്ത് ഇപ്പോൾ IVFന് വേണമെന്നില്ല എല്ലാവർക്കും അങ്ങനെ ചെയ്യാമെന്ന് പറയും. പിന്നെ ഇപ്പം നമുക്ക് നിയമപരമായിട്ട് തന്നെ ലീഗലി തന്നെ നമുക്ക് എഗ് ഡൊണേഷൻ പ്രോഗ്രാംസ് ഉണ്ട്. അതായത് മറ്റൊരു സ്ത്രീയുടെ നിന്ന് എഗ് എടുത്ത് ഹസ്ബൻഡ് സ്പേമും ചേർത്ത് എംബ്രിയോ ഉണ്ടാക്കി അത് അവരുടെ യൂട്രസിൽ വെച്ച് ചെയ്യാവുന്നൊരു ചികിത്സാ രീതിയുണ്ട്. അതിനൊരു പ്രോസസ്സുണ്ട്. അവരുടെ കൺസെൻറ്റ്, നിയമവശങ്ങൾ അതൊക്കെ ഉണ്ട്. ഒരു നോട്ടറി പബ്ലിക് വന്ന് സൈൻ ചെയ്യണം. ഇത് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും ഒക്കെ ചെയ്യാവുന്നൊരു ചികിത്സാ രീതിയിലുണ്ട്. അതുകൊണ്ട് വയസ്സ് ശരിക്കൊരു പ്രശ്നമല്ല. പക്ഷെ നിയമപരമായിട്ട് ഇപ്പം 50 വയസ്സ് വരെ നമുക്ക് ചികിത്സിക്കാൻ പറ്റുള്ളൂ ഒരു സ്ത്രീക്ക്. പുരുഷനാണെങ്കിൽ 55 വയസ്സ്. അതിനുശേഷം ചികിത്സിക്കണമെങ്കിൽ പ്രത്യേകിച്ച് കോടതിയിൽ നിന്ന് ഓർഡർ അവർ വാങ്ങിച്ചുകൊണ്ട് വരണം. അല്ലെങ്കിൽ നമ്മൾ യൂഷ്വൽ റുട്ടീൻ ചികിത്സ നമ്മൾ 50 വയസ്സിലും പുരുഷന്മാർക്ക് 55 വയസ്സിലും നിർത്തും. പക്ഷെ അവർക്ക് ഈ അത്യാധുനികമായ ചികിത്സാ രീതികളുണ്ട്. 50 വയസ്സ് വരെ ഒരു നിഷ്പ്രയാസം അവർക്ക് ചികിത്സിച്ചൊരു അമ്മയാവാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പം നിലവിലുണ്ട്. അതൊരുപാട് പേർക്കുള്ള വലിയൊരു ഇൻഫർമേഷൻ കൂടി ആയിരിക്കും. കാരണം പലരും ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ പലരും പറയുന്നത് കുട്ടികൾ ഉണ്ടാവില്ല, ലേറ്റ് ആവുമ്പം എന്നുള്ളതൊക്കെ ഒരു ചിന്ത പല ആളുകളിലുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സാധ്യതകൾ അത് വളരെയധികം ഉപകാരപ്രദമാണ്. മാത്രമല്ല വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. ചില ആൾക്കാർ ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ജോലിക്ക് വേണ്ടിയും ഒക്കെ ആയിട്ട് കല്യാണം കുറച്ച് ലേറ്റായിട്ട് മാറ്റിവെക്കും. കല്യാണം കഴിച്ചാൽ പോലും നമുക്ക് കുട്ടി ഉണ്ടാവാനുള്ളൊരു സമയം കുറച്ച് പിന്നെയാണെന്ന് വിചാരിക്കുന്നവർക്ക് ഇപ്പോൾ സോഷ്യൽ എഗ് ഫ്രീസിങ് എന്നൊരു പ്രോസസ്സുണ്ട്. അതായത് നമ്മൾ പ്രായമാവുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എഗ്ഗ് എടുത്ത് ഫ്രീസ് ചെയ്ത് വയ്ക്കും. എന്നിട്ട് നമ്മുടെ തന്നെ എഗ്ഗ് നമുക്ക് എപ്പോഴാണോ പ്രഗ്നൻസി വേണ്ടത് ആ സമയത്ത് നമ്മൾ ആ എഗ്ഗ് എടുത്ത് എംബ്രിയോ ഉണ്ടാക്കി നമുക്ക് യൂട്രസിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അപ്പോൾ നമ്മുടെ തന്നെ സ്വന്തം ഒരു കുട്ടിയെ പ്രസവിക്കാൻ പറ്റും, ഒരു ഏജ് കൂടിയാൽ പോലും. അതിനാണ് സോഷ്യൽ എഗ് ഫ്രീസിങ് എന്ന് പറയുന്നത്. ഈ മെഡിക്കൽ എഗ് ഫ്രീസിങ് എന്ന് പറയുന്നത് അതായത് നമ്മൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടെങ്കിൽ, ഒരു ക്യാൻസറോ അല്ലോ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ ആ അസുഖത്തിന് ചികിത്സിക്കുന്നതിന് മുമ്പായിട്ട് എഗ്ഗ് എടുത്ത് ഫ്രീസ് ചെയ്ത് വെച്ചിട്ട് ആ അസുഖം ക്യാൻസറിൻ്റെ ചികിത്സ ചെയ്യുമ്പോൾ ചിലപ്പോൾ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറഞ്ഞു പോകും. പിന്നെ നമുക്കൊരവസരത്തിൽ നമുക്ക് ആ എഗ്ഗ് എടുത്ത് എംബ്രിയോ ഉണ്ടാക്കി നമുക്ക് യൂട്രസ് അത് വെച്ച് പ്രഗ്നൻസി ആക്കാനും പറ്റും. അതിനാണ് ഇപ്പോൾ എഗ് ഫ്രീസിങ് ഇപ്പോൾ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നൊരു പ്രവണതയാണ്. പ്രത്യേകിച്ചും ഈ യങ്സ്റ്റേഴ്സിൽ പ്രത്യേക ഈ കമ്പ്യൂട്ടർ IT മേഖലകളിലൊക്കെ വരുന്ന ആൾക്കാർ എഗ് ഫ്രീസിങ്ങിന് വരുന്നുണ്ട്. അവിടെ ഒരു സംശയം ഡോക്ടർ, അപ്പോൾ ആ വ്യക്തിയുടെ ഒരു ആരോഗ്യം കൂടി ഇതിനൊരു ബാധകമാവില്ല? അപ്പോൾ ഏത് ചികിത്സ ചെയ്യുമ്പോഴും നമ്മൾ ബാക്കി കുറേ കാര്യങ്ങൾ സ്റ്റാൻഡേർഡ് പ്രോട്ടോകോൾ നോക്കണം. അതിൽ ആരോഗ്യം ഒരു വിത്തൗട്ട് സേയിങ് അത് ആരോഗ്യം നമ്മൾ നോക്കിയിട്ടേ ചെയ്യുള്ളൂ. പക്ഷെ മിക്ക സമയങ്ങളിലും ഈ ഒരു 50 വയസ്സൊക്കെ ആരോഗ്യം വലിയ പ്രശ്നം ഉണ്ടാവാറില്ല. അൺലെസ് അവർക്കൊരു ഹാർട്ടിനൊരു വളരെ മേജർ അസുഖങ്ങളോ അല്ലെങ്കിൽ വേറെ കിഡ്നിക്കോ എന്തെങ്കിലും അസുഖങ്ങളുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഒരു ആരോഗ്യപരമായിട്ടുള്ളൊരു പ്രശ്നം കൊണ്ട് ഒരു പ്രഗ്നൻസി ആവാതിരിക്കാനുള്ള അഡ്വൈസ് ചെയ്യുള്ളൂ. സാർ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് സ്ഥലത്താണ് ഈ ഒരു സബൈൻ ആശുപത്രിയുടെ ഒരു സേവനം ആളുകൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത്രയും ആശുപത്രി എന്നുള്ള രീതിയിൽ അപ്പോൾ എങ്ങനെയാണ് ഇവിടേക്കുള്ളൊരു ബഡ്ജറ്റ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് നമ്മുടെ ആളുകൾക്ക് ഇത്രയും ഒരു സേവനം എന്നുള്ള രീതിയിൽ ചെയ്യുന്നത്? പല സ്ഥലത്തും നമുക്കൊരു ടീമുണ്ട്. ആ ടീം ഇതെല്ലാം മോണിറ്റർ ചെയ്യും, ഇതിനെല്ലാം ട്രെയിനിങ് കൊടുക്കാനും ഒക്കെ എല്ലാത്തിനും ഒരു ടീമുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഒരു ഹോസ്പിറ്റൽ തുടങ്ങാൻ ആ ഹോസ്പിറ്റൽ തന്നെ ഒരു 15 ദിവസം ഒരു മാസം പോയി നിന്ന് ഉള്ളവരെ എല്ലാം ട്രെയിൻ ചെയ്ത് ഞങ്ങളൊരു ഒരു സിസ്റ്റം ആക്കി കൊടുത്തിട്ടാണ് അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. അപ്പോൾ എൻ്റെ കൂടെ വരാൻ തന്നെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ഒരു ടീമുണ്ട്. ആ ടീം വെച്ചിട്ടാണ് ഞങ്ങൾ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഹോസ്പിറ്റൽ മിക്കവാറും തുടങ്ങുന്ന സമയത്ത് ഒരു 3-4 മാസം ഞങ്ങൾ അവിടെ പോയി നിന്ന് ക്ലിയറാക്കി ശരിയാക്കി കൊടുത്തിട്ടാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്നത്. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ അത് തന്നെ സെൽഫായിട്ട് പൊക്കോളും. പിന്നെ ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ വരുള്ളൂ. സാർ, അതുപോലെ പല ആളുകളും പല ഹോസ്പിറ്റലുകളും പല മെഡിക്കൽ ഫീൽഡിലുള്ള ആളുകളൊക്കെ തന്നെ ക്യാമ്പുകൾ സംഘടിപ്പിക്കാറുണ്ട്, ക്യാമ്പുകൾ നടത്താറുണ്ട്. പക്ഷേ താങ്കളെ പോലുള്ള ഒരാൾ അങ്ങനെ ഒരു ക്യാമ്പ് നടത്തി കണ്ടിട്ടില്ല.
അതെന്തുകൊണ്ടാണ് സാർ? അപ്പോൾ ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ നമ്മൾ പൊതുവേ ഞാൻ ഈ ക്യാമ്പിനെതിരാണ്. കാര്യം ക്യാമ്പ് നടത്തുന്ന സമയത്ത് ആ ദിവസം നമ്മൾ ഹോസ്പിറ്റലിലെ വർക്കൊക്കെ മാറ്റിവെച്ച് ആ ക്യാമ്പ് സ്ഥലത്തേക്ക് പോവുകയും വേറെ ഒന്നിനും ഡോക്ടർമാർ അങ്ങോട്ട് ഡിപ്ലോയ് ചെയ്യുകയൊക്കെ ചെയ്യണം. 2, ഈ ക്യാമ്പ് മിക്കവാറും എൻ്റെ ദൃഷ്ടിയിൽ ഒരു മാർക്കറ്റിംഗ് ടൂളായിട്ടാണ് പലരും എടുക്കുന്നത് എനിക്ക് തോന്നുന്നത്. എനിക്കറിയില്ല, പക്ഷേ അതുകൊണ്ട് നമ്മൾ ക്യാമ്പുകൾ നടത്താറില്ല. പിന്നെ ഞാൻ എപ്പോഴും എടുത്ത് പറയും, നമുക്കവിടെ എന്നും ഒരു ക്യാമ്പ് പോലെയാണ്. കാര്യം അത് ക്യാമ്പിൻ്റെ ചിലവിലാണ് നമ്മളെപ്പോഴും അത് ചെയ്തു കൊടുക്കുന്നത്. അതുകൊണ്ട് ക്യാമ്പുകൾ നമ്മൾ നടത്താറേ ഇല്ല. ഹോസ്പിറ്റലിൽ എന്നും ഒരു ക്യാമ്പ് പോലെയാണ് ഞങ്ങൾ നടത്തുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ക്യാമ്പുകൾ നടക്കാതെ. അപ്പോൾ ക്യാമ്പുകൾ മാത്രമല്ല, ചില ക്യാമ്പുകൾ വന്നിട്ട് ചിലപ്പോൾ ആ പേഷ്യൻ്റ് അവിടെ വെച്ച് സൗജന്യമാണെന്ന് പറഞ്ഞിട്ട് ആ ദിവസം സൗജന്യ ചികിത്സ കൊടുത്തിട്ട് പിന്നെ പേഷ്യൻറ്റിന് IVF അവരെ ട്രാപ്പ് ചെയ്തിട്ട് പിന്നെ അവർക്ക് അവിടെ നിന്ന് വിട്ടുപോകാനും പറ്റത്തില്ല. ചില ക്യാമ്പുകളിലൊക്കെയാണ് അവിടെ വെച്ച് അഡ്വാൻസ് കടപ്പിച്ച് ചെയ്യുന്നവരും ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒരു പേരുദോഷം വരണ്ടെന്ന് വിചാരിച്ചിട്ട് എല്ലാ ദിവസവും ഒരു ക്യാമ്പ് പോലെയാണ് നമ്മുടെ ഹോസ്പിറ്റലിൽ നടക്കുന്നത്. അതുകൊണ്ട് ക്യാമ്പ്സ് നമ്മൾ നടത്തിയിട്ടേ ഇല്ല, നടത്തിയിട്ടില്ല. അതുപോലെ തന്നെ ഈ IVF-ൽ 2 തട്ടിലുള്ളൊരു പ്രീമിയം അതുപോലെയുള്ള ചികിത്സാ രീതികളൊക്കെ ഉണ്ട്. അപ്പോൾ സാറ് എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത് ഒറ്റ രീതിയിലുള്ള ചികിത്സാ രീതി എന്നുള്ളതാണ്. അതെന്താണ് സാർ? അതെന്ന് വെച്ചാൽ നമ്മളൊരു ഒരു മനുഷ്യൻ രോഗിയായിട്ട് വന്നാൽ ഒരു രോഗത്തിനെ 2ആയിട്ട് കാണാൻ പറ്റില്ല. ഒരു പണക്കാരനൊരു ചികിത്സ, പാവപ്പെട്ടവന് വേറെ ചികിത്സ എന്ന് എനിക്ക് കാണാനേ പറ്റില്ല. അതുകൊണ്ട് നമ്മളൊരു ചികിത്സ കൊടുക്കുമ്പോൾ ആ ഒറ്റ ചികിത്സ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ചികിത്സ ഏത് രോഗിയായാലും കൊടുക്കും. അതിന് പ്രീമിയമിന് ചിലർ IVF-നൊക്കെ പ്രീമിയമിന് ഒരു ചികിത്സ, അല്ല കുറച്ച് ചില IVF ചികിത്സ പാക്കേജ് കുറച്ച് വളർന്ന ചികിത്സയൊക്കെ ഞങ്ങൾ കൊടുക്കാറില്ല. അത് എന്ന് വെച്ചാൽ ചില മരുന്നുകളൊക്കെ കൊടുത്താണ് പലരും ചെയ്യുന്നത്. അത് ഞങ്ങൾ ചെയ്യാറില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു രോഗം അവരുടെ ഒരു കുറ്റമല്ല, അവരുടെ അവസ്ഥയാണ്. അത് ഒരു മനുഷ്യത്വമായ രീതിയിൽ കാണുകയും വേണം. അതുകൊണ്ട് ഒരു രോഗിയെ 2 രീതിയിൽ നമ്മൾ തട്ടിൽ കാണാത്തത് കൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. നമുക്ക് എല്ലാ രോഗികൾക്കും നമുക്ക് പറ്റുന്ന ഏറ്റവും നല്ല ചികിത്സ, ഏറ്റവും നല്ല മരുന്നുകൾ യൂസ് ചെയ്ത്, ഏറ്റവും നല്ല എക്യുപ്മെൻറ്റ് യൂസ് ചെയ്ത് ചെയ്യും. പിന്നെ വ്യത്യാസം വരുന്നത് നമ്മുടെ പ്രസവത്തിനൊക്കെ ആണെങ്കിൽ റൂമിൽ കിടന്നാൽ കുറച്ച് കൂടുതൽ കൊടുക്കും, AC റൂമിൽ കുറച്ച് കൂടുതൽ കൊടുക്കും, അങ്ങനെ കൊടുക്കും. അല്ലാതെ ചികിത്സയിൽ നമ്മൾ ഒരിക്കലും ഒരു 2 രീതിയിൽ കാണരുത് എന്നാണ് എൻ്റെ ഒരു ഇത്. ഇപ്പോൾ ചില ആൾക്കാർ 2 രീതിയിൽ 2 പാക്കേജ്, പ്രീമിയം പാക്കേജ് കുറച്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ IVF-ന് പ്രത്യേകിച്ചും അങ്ങനെയൊന്നും കൊടുക്കത്തേ ഇല്ല. എല്ലാവരെയും എന്തെങ്കിലും ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് നമ്മുടെ ഇന്ന് ഹോസ്പിറ്റലിൽ നിന്ന് എന്തെങ്കിലും ഒരു സഹായം കൊടുത്ത് കുറച്ച് പൈസ കൊടുക്കുന്നില്ല, ചികിത്സയിൽ മാറ്റം വരത്തില്ല. ഏറ്റവും നല്ല മരുന്ന് നമ്മൾ യൂസ് ചെയ്യുന്ന മരുന്നുകൾ, 1 റെക്കഗോൺ, അതാണ് ഏറ്റവും നല്ല. 2 ഗൊണാലെഫ്, പെർഗോവർസ്, അതേപോലെ തന്നെ ഓർഗല്യൂട്ടോൺ, സെട്രോടൈഡ്, ഇതൊക്കെ നല്ല കമ്പനികളുടെ മരുന്നുകളാണ്. ഇതൊക്കെ മാത്രമാണ് ഞങ്ങൾ യൂസ് ചെയ്യുന്നത് കൂടുതലും. അതുകൊണ്ട് ഏത് രോഗി വന്നാലും ഈ മരുന്നുകളിൽ നിന്ന് മാറ്റമൊന്നും ചെയ്യത്തില്ല. സെയിം മരുന്നുകൾ തന്നെ, ചിലപ്പോൾ എന്തെങ്കിലും കാശ് കുറച്ച് കൊടുത്തതേ ഉള്ളൂ. ഈ കുട്ടികൾ ഉണ്ടാവാതിരിക്കാൻ പല കാരണങ്ങളുണ്ട്, പല രീതിയിലും കുട്ടികൾ ഇല്ലാതിരിക്കും. അപ്പോൾ ഈ ഗർഭനിരോധന ഗുളികകൾ ഉപയോഗിക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള പല രീതിയിലും ഉള്ള ഇത് ഉപയോഗിക്കുന്നത് കാരണം കുട്ടികളില്ലാത്ത ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ ഗർഭനിരോധന ഗുളികകളൊക്കെ ഉപയോഗിക്കുമ്പോൾ എങ്ങനെയാണ് ഡോക്ടർ, അത് ചാൻസസ് കൂടുമോ? അതായത് കുട്ടികളില്ലാതെ പിന്നെ അത് ഉപയോഗിക്കുന്ന ഉദ്ദേശം? അങ്ങനെയല്ല, നമ്മളിത് ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ ആ സമയത്തൊക്കെ ഗർഭനിരോധന ഗുളികകളൊക്കെ ഉപയോഗിക്കാറുണ്ട്, IPL പോലുള്ള സേഫ്റ്റി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഈ കുട്ടികൾ ഉണ്ടാവാൻ സാധ്യത കുറവായിരിക്കും പിന്നീട്? ഇല്ല, അങ്ങനെ ഒരു കുറവുമില്ല. കാര്യം IPL ആയാലും നമ്മളെ ഗർഭനിരോധന ഗുളികയായാലും നമുക്ക് ആ സമയത്ത് ഉപയോഗിച്ചെന്നുകൊണ്ട് പിന്നെ ഒരു ഗർഭിണി ആവാതിരിക്കാനുള്ള ഒരു ചികിത്സ പ്രശ്നം ഉണ്ടാവാറില്ല. പ്രത്യേകിച്ച് പിൽസിനൊന്നും ഒരു കുഴപ്പമില്ല. കോപ്പർ ടീ അങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ യൂട്രസിനകത്ത് ഇൻഫ്ലമേഷനും PID ഒക്കെ വന്ന് ചിലപ്പോൾ ഒരു ചികിത്സ പറയും. പക്ഷേ ഗർഭനിരോധന ഗുളിക ഉപയോഗിച്ചെന്ന് പറഞ്ഞാൽ അവർക്കൊരു ഗർഭിണി പിന്നെ ഒരവസ്ഥയിലാവാനുള്ള സാധ്യത കുറവ് ഉണ്ടാവാറില്ല. ഉപയോഗിക്കാം, ധൈര്യമായിട്ട് ഉപയോഗിക്കാം. സാർ, ഇതുപോലെ തന്നെ താങ്കളുടെ ഹോസ്പിറ്റലിൽ തന്നെ ബ്ലീഡിംഗ് ആയിട്ട് വന്നിട്ട് യൂട്രസ് റിമൂവ് ചെയ്യാൻ പറഞ്ഞ ഒരുപാട് കേസുകളൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും വേണ്ടാതെ തിരിച്ചു പോകുന്ന രോഗികളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ് സാർ? അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ യൂട്രസിൽ ബ്ലീഡിങ് ഡിസോർഡേഴ്സ് ഒരുപാട് കോമൺ ആണ്, വളരെ കോമൺ ആയിട്ട് വരുന്നൊരു ഒരു പ്രോബ്ലമാണ്. അപ്പോൾ യൂട്രസ് ബ്ലീഡിംഗ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ പല കാരണങ്ങളുണ്ട്. DUB, ഡിസ്ഫങ്ഷണൽ യൂട്രൈൻ ബ്ലീഡിങ്, അല്ലെങ്കിൽ ഫൈബ്രോയിഡ്, അഡിനോമയോസിസ്, ഇങ്ങനെ പല രീതികളുണ്ട്. യൂട്രസ് അസുഖം കൊണ്ട് ബ്ലീഡിങ് ഉണ്ടാവും. പക്ഷേ നമ്മളിപ്പോൾ ഒരു അത്യാധുനികമായ ചികിത്സാ രീതികൾ എന്ന് വെച്ചാൽ ഈ യൂട്രസ് എടുക്കാതെ തന്നെ ഇതൊക്കെ ചികിത്സിക്കാൻ പറ്റും. സിമ്പിളായിട്ട് മിറാന എന്നൊരു സാധനമുണ്ട്, കോപ്പർ ടീ പോലത്തെ പ്രൊജസ്ട്രോൺ എന്നൊരു ഹോർമോൺ കണ്ടെയ്നിങ് ഡിവൈസ് ഉണ്ട്. അത് ഇട്ടുകൊടുത്താൽ തന്നെ പല രോഗികൾക്കും യൂട്രസ് എടുക്കാതിരിക്കേണ്ട കാര്യമില്ല. പിന്നെ യൂട്രസിനകത്ത് ഒരു ടെമ്പറേച്ചർ ഒരു സാധനമുണ്ട്, അത് വെച്ചിട്ട്
ആബ്ലേഷൻ ചെയ്യാൻ പറ്റും. അതും യൂട്രസ് എടുക്കാതെ തന്നെ ചികിത്സ ചെയ്യാം, യൂട്രസ് എടുക്കാതെ തന്നെ ചികിത്സിക്കാൻ പറ്റും. പിന്നെ യൂട്രസ് അത് മുഴകളുള്ളപ്പോൾ നമ്മൾ അതിനകത്തൊരു തെർമൽ നീഡിലിട്ട് അതിനെ ആബ്ലേറ്റ് ചെയ്ത് കളയാൻ. അപ്പോൾ അതെല്ലാം ഞങ്ങൾ എല്ലാ സെൻറ്റേഴ്സിലും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ യൂട്രസ് എടുക്കേണ്ടി വന്നവർ പോലും നമ്മൾ പലപ്പോഴും യൂട്രസ് എടുക്കാതെ ചികിത്സിച്ച് വിടും. എന്നിട്ട് അവിടുത്തെ പറയും ഇത് ഫലപ്രദമായില്ലെങ്കിൽ യൂട്രസ് എടുത്ത് കളയേണ്ടി വരും, കീ ഹോൾ വഴിയോ അല്ലെങ്കിൽ ഓപ്പൺ ചെയ്ത് സർജറി ചെയ്ത് എടുത്ത് കളയേണ്ടി വരും. അപ്പോൾ ഇത് നമ്മൾ വളരെ സ്പെഷ്യാലിറ്റി ആയിട്ട് ചെയ്യുന്നൊരു സാധനമാണ് ഈ നമ്മുടെ എല്ലാ ഹോസ്പിറ്റൽസിലും. അതായത് ഹിസ്റ്റക്ടമി, സേവ് യൂട്രസ്, ഹിസ്റ്റക്ടമി, യൂട്രസ് എടുക്കാതെ എങ്ങനെ ഈ ഗൈനക്കോളജിക്കൽ അസുഖങ്ങളൊക്കെ ചികിത്സിക്കാം. ഓഫ് കോഴ്സ് യൂട്രസ് എടുക്കുന്ന ഒരു ഏരിയ എന്ന് വെച്ചാൽ എന്തെങ്കിലും ക്യാൻസർ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ യൂട്രസ് എടുക്കാൻ അഡ്വൈസ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ സാധാരണ രീതിയിൽ യൂട്രസ് എടുക്കാൻ അഡ്വൈസ് ചെയ്യാറില്ല. അവർക്കെല്ലാം ഈ ഒരു ചികിത്സ ചെയ്തിട്ടാണ് വിടുന്നത്. സാർ ഇപ്പോൾ സൂചിപ്പിച്ച ഒരു ക്യാൻസർ, ഗർഭാശയ അതുപോലുള്ള ക്യാൻസർ, അത് വരാനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ക്യാൻസർ യൂട്രസിൽ പല സ്ഥലങ്ങളിൽ വരാം. ഏറ്റവും നമ്മൾ കോമണസ്റ്റ് ആയിട്ട് വരുന്നത് സെർവൈക്കൽ ക്യാൻസറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അതിന് ഒരു വൈറസാണ് ഇപ്പോൾ അത് പറയുന്നത്, വൈറസിൻ്റെ കാരണം കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അതിനൊരു വാക്സിൻ വരെയുണ്ട്. കുട്ടികളിൽ വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ ഈ ക്യാൻസർ നമുക്ക് ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ള ക്യാൻസർ എൻഡോമെട്രിയൽ ക്യാൻസർ, അങ്ങനെ അതാണ് യൂട്രൈൻ ക്യാൻസർ എന്ന് പറയുന്നത്. അങ്ങനെ പല സ്ഥലങ്ങളിൽ വരാം. പക്ഷേ നമ്മളൊരു യൂട്രസ് ക്യാൻസർ എന്ന് സാധാരണ ഒരാൾ ഉദ്ദേശിക്കുന്ന ഒന്നീ സെർവിക്കൽ ക്യാൻസർ അല്ലെങ്കിൽ എൻഡോമെട്രിയൽ ക്യാൻസർ ആയിരിക്കും. പിന്നെ ഓവറിയിൽ വരാം ക്യാൻസർ, അത് കോമൺ ആണ്. പക്ഷേ ഇത് രണ്ടാണ് യൂട്രസ് ക്യാൻസർ എന്ന് പറഞ്ഞത്. അതിന് കാരണങ്ങൾ ഒത്തിരി ഉണ്ട്. ഈ സെർവൈക്കൽ ക്യാൻസറിന് വൈറസാണ് ഒരു കാരണമെന്ന് ഇപ്പം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അതിൻ്റെ എഫക്റ്റീവായിട്ട് പ്രിവെൻറ്റീവായിട്ട് വാക്സിൻ വരെ ഉണ്ട്. അപ്പോൾ ഇതുപോലെ തന്നെ ഈ ഫൈബ്രോയിഡുകൾ ഒരുപാട് വന്നിട്ട് ഇതുപോലെ ഗർഭം അലസിപ്പോ അബോർഷനായി പോകുന്ന കേസുകളുണ്ട്. അതെങ്ങനെയാണ് സാർ ഈ ഫൈബ്രോയിഡുകൾ അതിനെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നത്? ഈ ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ യൂട്രസിലെ ബിനൈൻ ട്യൂമറാണ്. അതായത് സാധാരണഗതിയിൽ ഒരിക്കലും അത് ക്യാൻസറായിട്ട് മാറില്ല, വളരെ റെയറായിട്ട് മാറുള്ളൂ. ഇത് പ്രശ്നം ഉണ്ടാക്കുന്നത് ഒന്ന് ബ്ലീഡിങ് ഉണ്ടാക്കാം, വേദന ഉണ്ടാക്കാം, പിന്നെ ചില ആൾക്കാർക്ക് പ്രഗ്നൻസിക്ക് തടസ്സം ഉണ്ടാക്കാം, യൂറിനറി റിറ്റൻഷൻ ഉണ്ടാക്കാം. ഇതൊക്കെയാണ് അതിൽ ഉണ്ടാക്കുന്നത്. അത് ഫൈബ്രോയിഡ് കൊണ്ട് മാസ് കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. അതിൽ ഫൈബ്രോയിഡ് യൂഷ്വലി ക്യാൻസർ ആവുന്നത് വളരെ റെയറാണ്. അതിന് ചോദ്യം ഗർഭം അലസി പോകാനുള്ള സാധ്യതകൾ, അതായത് ഈ ഗർഭം അലസി പോകാനുള്ള ഫൈബ്രോയിഡ് കൊണ്ട് ഗർഭം അലസി, വളരെ വലിയ ഫൈബ്രോയിഡ് ഉണ്ടെങ്കിൽ ചിലപ്പോൾ അലസി പോവാം. അത് സെക്കൻഡ് ട്രൈമസ്റ്റർ, അതായത് 12 ആഴ്ചയ്ക്ക് ശേഷമാണ് യൂഷ്വലി ഫൈബ്രോയിഡ് കൊണ്ടുള്ള അലസിപ്പോക്കൽ ഉണ്ടാകുന്നത്. അല്ലാതെ ഫൈബ്രോയിഡ് നേരത്തെ ഏർലി പ്രഗ്നൻസി ലോസ് ഫൈബ്രോയിഡ് ഉണ്ടാക്കത്തില്ല. അത് ഭാവിയിലേക്ക് അതിന്റെ എണ്ണം കൂടിയാലോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഫൈബ്രോയിഡുകൾ കൂടുതലായിട്ട് ഗർഭാശയത്തിൽ വരുവാണെങ്കിൽ അത് ഈ പ്രഗ്നൻസിക്ക് കുട്ടിക്ക് വളരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അത് ഈ സെക്കൻഡ് ട്രൈമസ്റ്റർ കഴിഞ്ഞാൽ വലിയ ഫൈബ്രോയിഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായേക്കാം. എന്ന് പറഞ്ഞ് ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ഒരിക്കലും ഒരു ഗർഭം അലസി കളയത്തില്ല. മനസ്സിലായില്ലേ? ഫൈബ്രോയിഡ് കാരണം ചിലപ്പോൾ ഉണ്ടെങ്കിൽ അത് പ്രഗ്നൻസി പോയിട്ട് പിന്നെ ഫൈബ്രോയിഡ് ചികിത്സിച്ച് പിന്നെ അടുത്ത പ്രഗ്നൻസിക്ക് ട്രൈ ചെയ്യാൻ പറയും. അതിപ്പോൾ ഈ ഗർഭം പ്രസവമൊക്കെ കഴിഞ്ഞ ലേഡികളിൽ അത് കണ്ടുവരുന്നുണ്ടല്ലേ? ഫൈബ്രോയിഡ് ഈസ് നോട്ട് എൻ ഇൻഡിക്കേഷൻ ഫോർ ഹിസ്റ്റക്ടമി. ഫൈബ്രോയിഡ് ഉണ്ടെന്ന് പറഞ്ഞാൽ ഒരിക്കലും അത് ചികിത്സയുടെ ആവശ്യമില്ല. ഫൈബ്രോയിഡ് സിംറ്റോമാറ്റിക് ആയാൽ മാത്രമേ ചികിത്സ, അതായത് ബ്ലീഡിങ്ങോ വേദനയോ മൂത്രമൊഴുക്കോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം ചികിത്സിച്ചാൽ മതി. അല്ലെങ്കിൽ ഫൈബ്രോയിഡ് ഒരിക്കലും ചികിത്സിക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് കാര്യം ഫൈബ്രോയിഡ് ഒരിക്കലും ക്യാൻസർ ആവാൻ സാധ്യത വളരെ കുറവുള്ളൊരു അസുഖമാണ്. അതുകൊണ്ട് ഫൈബ്രോയിഡ് എന്തെങ്കിലും സിംറ്റംസ് ഉണ്ടെങ്കിൽ മാത്രം ചികിത്സിച്ചാൽ മതി. ഇപ്പോൾ ഇൻഫെർട്ടിലിറ്റി ഒരു സിംറ്റമാണ്, അങ്ങനെയുണ്ടെങ്കിൽ ചികിത്സിക്കണം. അത് അബോർഷനായി പോകണമെങ്കിലും വലിയ സെക്കൻഡ് ട്രൈമസ്റ്റർ അബോർഷൻ ഉണ്ടെങ്കിൽ അത് ചികിത്സിക്കണം. അല്ലാതെ ഫൈബ്രോയിഡ് യൂഷ്വലി നമ്മൾ ചികിത്സിക്കേണ്ട കാര്യമില്ല. ഈ പുരുഷന്മാരിൽ ഇപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ച സ്ത്രീകളുടെ കാര്യമാണ്. അപ്പോൾ പുരുഷന്മാരിൽ ഇതുപോലെ ഈ വന്ധ്യത എന്നുള്ള രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ വരുന്നതിൽ കൂടുതൽ ചാൻസസ് എന്തുകൊണ്ടായിരിക്കും? പുരുഷന്മാർ ഇപ്പം നമ്മുടെ ഇതനുസരിച്ച് സ്ത്രീകളുടെ അത്രയും തന്നെ ഏതാണ്ട് പുരുഷന്മാർക്കും വന്ധ്യതയുടെ ഒരു കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഒരു 40% ഫീമെയിൽ, ഒരു 35 to 40% മെയിൽസ്, പിന്നെ 20% രണ്ടും, ഇങ്ങനെയാണ് നമ്മൾ പറയുന്നത്. അതിന് കാരണം പുരുഷന്മാർക്ക് ഒന്ന് ഇപ്പോൾ ലൈഫ് സ്റ്റൈല് ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഫുഡ് ഹാബിറ്റ്സ്, സ്മോക്കിംഗ്, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ പുരുഷന്മാർക്ക് ഏറ്റവും ഒരു കോമൺ ആയിട്ടുള്ള കോസ് വെരിക്കോസിലാണ്. പ്രശ്നത്തിലുള്ള വെയിൻസിൻ്റെ ഡയലറ്റേഷനാണ് ഒരു കോമൺസ് കാണുന്നത്. പിന്നെ ബാക്കി നമ്മുടെ ഈ പറഞ്ഞ ലൈഫ് സ്റ്റൈലാണ് കൂടുതലും പ്രശ്നന്മാർക്കുള്ള കാരണം. മദ്യപാനം, പുകവലി അതുപോലെയുള്ള ലൈഫ് സ്റ്റൈൽ പ്രശ്നങ്ങളൊക്കെയാണ് കൂടുതലും ഒരു. പിന്നെ ഡ്രഗ് അഡിക്ഷൻ അതൊരു വളരെ കോമൺ. ഇപ്പോൾ ഹാൻഡ്സ് അങ്ങനത്തെ കാര്യങ്ങളുണ്ടല്ലോ, ഒരുപാട് കാര്യങ്ങൾ, അതൊക്കെ പുരുഷന്മാരാണ് കൂടുതലും അതൊക്കെ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് പുരുഷന്മാരിൽ ഇൻഫെർട്ടിലിറ്റി ഇപ്പോൾ വർദ്ധിച്ചു വരുന്നത് ഒരു റീസൺ എന്ന് എനിക്ക് തോന്നുന്നത്. സാർ, ഈ IVF അല്ലാതെ ഈ രണ്ട് ചികിത്സ എന്ന് വെച്ചാൽ പുരുഷന് കുഴപ്പമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ ആ ഏതൊക്കെ രീതിയിലാണ് ചികിത്സാ രീതികൾ
നമ്മൾ നോക്കാം. കാരണം കണ്ടെത്തിയിട്ടായിരിക്കും. അതെ അതെ അതെ. ഈ പുരുഷനാണ് കണ്ടതെങ്കിൽ പുരുഷൻ നമ്മൾ കോമൺ ആയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വെരിക്കോസിലൊക്കെ ഉണ്ടെങ്കിൽ വെരിക്കോസിൽ കറക്റ്റ് ചെയ്യും. പിന്നെ ചിലപ്പോൾ ആൻറ്റി ഓക്സിഡൻസ് മരുന്ന് കൊടുത്താൽ തന്നെ ശരിയാക്കാൻ പറ്റും. പിന്നെ പുരുഷൻ്റെ ഒരു കൗണ്ട് കുറവ് ചികിത്സിക്കാൻ പറ്റിയില്ലെങ്കിൽ അതിനാണ് ഏറ്റവും ഈ ഇക്സി ഏറ്റവും കൂടുതൽ ഫലപ്രദമാകുന്നത്. IVF-ഉം ഇക്സി എന്നുള്ള വ്യത്യാസം, IVF ആദ്യം കണ്ടുപിടിച്ചത് നമ്മൾ IVF എഗ്ഗും സ്പേമും കൂടെ ഒരു ഡിഷിലിട്ട് ഇൻക്യുബേറ്റ് ചെയ്ത് ഭ്രൂണം ഉണ്ടാക്കി ട്രാൻസ്ഫർ ചെയ്യുന്നതിനാണ്. അത് യൂഷ്വലി സ്ത്രീകൾക്കുള്ള പ്രശ്നം, ട്യൂബൽ ബ്ലോക്ക് അങ്ങനത്തെ പ്രശ്നങ്ങൾ ഉള്ളവർക്കാണ്. അത് അങ്ങനെയുള്ളവർക്ക് കൗണ്ട് നോർമൽ ആയിരിക്കണമെന്നുണ്ട്. അത് കഴിഞ്ഞാണ് ഇക്സി വന്നത്. ഇക്സി എന്ന് വെച്ചാൽ ഒരു എഗ്ഗിനകത്ത് ഒരു സ്പേം എടുത്ത് ഇഞ്ചെക്ട് ചെയ്യും. അതിന് ഒറ്റ സ്പേം മതി. അത് കൂടുതലും ഈ ആണുങ്ങളുടെ പുരുഷന്മാരുടെ കൗണ്ട് കുറവിനാണ് ആദ്യം കൂടുതലും ചെയ്തു തുടങ്ങിയത്. ഇപ്പം ഓൾമോസ്റ്റ് എല്ലാം ഇക്സി തന്നെയാണ് ചെയ്യുന്നത് എല്ലാവർക്കും. അതുകൊണ്ട് ഈ പുരുഷന്മാർക്കാണ് ഈ ഇക്സി വളരെ ബൂണായിട്ട് വന്നത്. ഇപ്പോൾ പ്രസവശേഷം ഉണ്ടാകുന്ന ശിശുക്കൾക്ക് വരുന്ന എന്തെങ്കിലും പ്രയാസങ്ങൾ അല്ലെങ്കിൽ വൈകല്യങ്ങൾ അല്ലെങ്കിൽ അതിനുശേഷം ഉണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ നമ്മുടെ ഈ ഹോസ്പിറ്റലിൽ ഏതൊക്കെ രീതിയിലാണ് ചികിത്സകളുണ്ടോ? ഫസ്റ്റ് പ്രിവെൻഷൻ ഈസ് ബെറ്റർ. അപ്പോൾ പ്രസവ ശേഷം വരുന്ന പ്രശ്നങ്ങൾ നമ്മൾ ആദ്യമേ പ്രിവെൻറ്റ് ചെയ്യുക. അതിന് ഒരുപാട് ഗർഭിണി ആയിരിക്കുമ്പോൾ തന്നെ പല ടെസ്റ്റുകളുണ്ട്. ഡബിൾ മാർക്കർ, ട്രിപ്പിൾ മാർക്കർ, NIPT അങ്ങനെ ടെസ്റ്റുകളൊക്കെ വെച്ച് നമുക്ക് അനോമലി സ്കാൻ ഇതൊക്കെ വെച്ച് ഒരുപാട് പ്രശ്നങ്ങൾ ഗർഭിണിയായിരിക്കുന്ന സമയത്ത് തന്നെ കണ്ടുപിടിക്കുകയും അങ്ങനെ ഉണ്ടെങ്കിൽ ആ ഗർഭം നമുക്ക് ടെർമിനേറ്റ് ചെയ്യാം, അലസി കളയാൻ പറ്റും. അത് കഴിഞ്ഞ് വരുന്ന പ്രശ്നങ്ങളാണ് പിന്നെ നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് വെച്ചാൽ മിക്കവാറും ഈ 23 വീക്സ് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റും നിയമപരമായിട്ട് അബോർഷൻ. അത് കഴിഞ്ഞുള്ള പ്രശ്നങ്ങൾ അതനുസരിച്ച് നമുക്ക് പീഡിയാട്രിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് മിക്ക ഹോസ്പിറ്റൽസും ഉണ്ട്. പീഡിയാട്രിക് സർജറി ഡിപ്പാർട്ട്മെൻറ്റ് വെച്ച് നമുക്ക് സർജിക്കലോ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചികിത്സിക്കാൻ പറ്റുന്നതാണ്. 10-25 കൊല്ലമായി സാറിൻ്റെ സേവനം നമ്മുടെ ഈ ജനങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരു ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ സാർ ഇതുവരെ ചെയ്തു വെച്ചു. ഇനി എന്താണ് സാറിൻ്റെ ഒരു സ്വപ്നം എന്ന് പറയുന്നത്? ഇപ്പം നമ്മൾ ഈ ഒരു ഹോസ്പിറ്റൽസ് 5 എണ്ണം തുടങ്ങി. ഇനി മറ്റ് സംസ്ഥാനങ്ങളിലും കൂടെ ഇതുപോലത്തെ ഒരു ഹോസ്പിറ്റൽസ് തുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം. അറ്റ്ലീസ്റ്റ് സൗത്ത് ഇന്ത്യയിൽ എങ്കിലും. അൾട്ടിമേറ്റ്ലി നമ്മൾ ഈ ഒരു ചികിത്സയിൽ നിന്ന് കിട്ടുന്ന ലാഭം എടുത്ത് ഒരു ഹോസ്പിറ്റലെങ്കിലും സൗജന്യമായിട്ട് വന്ധ്യതാ ചികിത്സ ചെയ്യുന്ന ഒരു സ്ഥലമാക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇത് മേ ബി ഇതിലെല്ലാം ചെയ്യുമ്പോൾ ഫൈനാൻസ് ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. ഒരു ഫുള്ളൊരു ചികിത്സ ഫ്രീ ആയിട്ട് കൊടുക്കുന്നൊരു സ്ഥലം എന്നുള്ളത് അത്ര എളുപ്പമല്ലെന്ന് എനിക്കറിയെങ്കിൽ പോലും കുറേ ഹോസ്പിറ്റൽസ് കഴിഞ്ഞിട്ട് ഒരെണ്ണം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് നമ്മുടെ നാട്ടിലും എല്ലാം സൗജന്യമായിട്ട് വേണ്ടവർക്കെല്ലാം ഫുൾ സൗജന്യ ചികിത്സ ചെയ്യണം കൊടുക്കുന്ന ഒരു ഹോസ്പിറ്റൽ തുടങ്ങണമെന്നെൻ്റെ ആഗ്രഹം ഉണ്ട്. അതെനിക്ക് മേ ബി ഒരു 10 വർഷത്തിനിടയിൽ ശരിയാക്കാൻ പറ്റുമെന്നാണ് എൻ്റെ തോന്നുന്നത്. അതിനുള്ളൊരു പ്രയത്നമാണ് ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. സാർ ഇപ്പോൾ പറഞ്ഞ പോലെ ഒരുപാട് ആളുകൾക്ക് അതൊരു വലിയൊരു ഉപകാരമാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇനിയും സാറിൻ്റെ സേവനം നമ്മൾ ഇത്രയും മണിക്കൂറുകൾക്കുള്ളിലൊന്നും പറഞ്ഞാൽ തീരാവുന്ന കാര്യങ്ങളല്ല. അപ്പോൾ സാറിൻ്റെ സേവനം നമ്മുടെ ഇവിടെയൊക്കെ തന്നെയുണ്ട്, നമ്മുടെ ഈ ചുറ്റുവട്ടത്തൊക്കെ ഉണ്ട്. അപ്പോൾ സാറിൻ്റെ സേവനം എല്ലാവരും പ്രയോജനപ്പെടുത്തണം എന്ന് തന്നെയാണ്. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരെയാണ് സാർ. സാറിൻ്റെ ഭാവി പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ഇതാവട്ടെ. അപ്പോൾ നമ്മുടെ കൂടെ എത്ര നേരം ഒരുപാട് കാര്യങ്ങൾക്കും സംശയങ്ങൾക്കും ഒക്കെ മറുപടി തന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു സാർ. താങ്ക് യു.